ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പക്ഷികളുടെ ചിഹ്ന വീട്ടിലാണ് നിൽക്കുന്നത്. സംഭവം മനസ്സിലായില്ലല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഖജാദിയ ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്ന ഒരു പക്ഷി സങ്കേതത്തിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് അതോട്ട് കയറാം. അപ്പം ഇതാണ് നമ്മൾ കയറാൻ വന്ന നമ്മുടെ ബേർഡ് സാങ്ച്വറിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. കൊള്ളാമല്ലേ? അടിപൊളി എൻട്രൻസ് അല്ലേ? കുറേ കൊക്കും മൂങ്ങി അങ്ങനെ എല്ലാ ഐറ്റംസിനെയും വെച്ചിട്ടുള്ള അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ரொம்ப കൊള്ളാം. അപ്പോൾ നമ്മളിത് ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നേക്കാണ്. ടിക്കറ്റ് എടുക്കണം. ഇതാ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇന്ന താരം കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് ടിക്കറ്റ് റേറ്റ് അയക്കുന്നത് 50 രൂപയാണ് കേട്ടോ. റേറ്റ് അയക്കുന്നത് ഇവിടെ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖിജാദിയ ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്ന ഒരു പക്ഷി സങ്കേതത്തിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാംനഗറിൽ സച്ചന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ ഖിജാദിയ ബേർഡ് സാങ്ച്വറി സെർച്ച് ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 300ഓളം സ്പീഷീസിലുള്ള നമ്മുടെ ദേശാടന പക്ഷികളുടെ ഒരു സമ്മർ പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇപ്പം ഇവിടുത്തെ അത്യാവശ്യം ഒരു സീസൺ ടൈമാണ്. ഈ ബോഡി കാണുന്നില്ല, ഈ ബോഡി കാണുന്ന എല്ലാം ഇവിടെ വരുന്ന സ്പീഷീസിലുള്ള പക്ഷികളാണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം ഇവിടെ കാണാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അന്നേരം എത്രമാത്രം ശരിയാണെന്നുള്ളത് നമുക്ക് അകത്തോട്ട് കയറി കാണാം. എന്തായാലും ഇത്രയൊക്കെ ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും കാണാതിരിക്കത്തില്ല, എന്തെങ്കിലും കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി കാണാനൊക്കെ ഉള്ള ഒരു ഇതിലോട്ട് പോവാം. അപ്പോഴത്തേക്കും നിങ്ങളിതൊന്ന് കണ്ടോ, എന്തൊക്കെ തരം സ്പീഷീസിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് അങ്ങനെ നമ്മളിത് ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ട് 1ലാണ്. ഇതാണ് പാർട്ട് 1ൻ്റെ ഗേറ്റ്. കൊള്ളാമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ ഗേറ്റൊക്കെ തന്നെ. കൊള്ളാം, അടിപൊളി. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി ബാക്കി വിശേഷങ്ങൾ കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് അവിടെ ഒരു താറാ കുഞ്ഞുങ്ങളൊക്കെ ഓടിപ്പോകുന്ന പോലത്തെ കണ്ടോ. താറാവാണോ അത്? അറിയത്തില്ല. താറാവിനെ പോലെ ഇരിക്കുന്നു, കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ്ട യുറേഷ്യൻ വൈഗൺ ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഉള്ള നമ്മൾ ഈ ഒഴുകിടങ്ങുന്ന താറാവ് പോലെ കണ്ട ഇതായിരിക്കണം കേട്ടോ. ഇവിടെ എല്ലാം ഫുള്ളാണ് ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. നോക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് നോക്കുമ്പോൾ അവിടെ നമ്മുടെ കൊക്കുകൾ പോലെ കുറേ പക്ഷികളൊക്കെ അവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതെല്ലാം ദേശാടന പക്ഷികളാണ് കേട്ടോ. ഓക്കെ, വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് നിരയായിട്ട് അങ്ങോട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ കുറേ പേര് അങ്ങോട്ട് പറന്നു പോകുന്നു, കുറച്ചുപേരൊക്കെ അങ്ങ് അറ്റത്തിരിക്കുന്നുണ്ടോ. ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ പല ടൈപ്പ് സാധനങ്ങൾ അവിടെ ഇവിടെ എല്ലാം ഇരിക്കും. ഇവിടെ ഒരാളുണ്ട് മുങ്ങിത്തപ്പം നോക്കി. ഇവിടെ ഒക്കെ നമ്മുടെ നാട്ടിലെ കൊക്ക് ഇതാ, നമ്മുടെ നാട്ടിലെ കൊക്ക് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ പുള്ളിക്കാരൻ ഇരിപ്പുണ്ട്, വേറൊരു കൊക്ക് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കൊക്ക് സാധ്യത ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ പറന്നു പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരൊക്കെ ഇരിപ്പൊക്കെ ഉണ്ട്. കണ്ടോ ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ലെസർ വിസ്ലിംഗ് ഡക്ക് എന്ന് പറയുന്ന എൻ്റെ ഈ സുനാപ്പിളിയാണ്. ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെ നോക്കിയ ഒരു മരത്തിനകത്ത് ഫുള്ള് താണ്ട നോക്കിയേ കുറേ എരണ്ട അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് തോന്നുന്നു കേട്ടോ. അവിടെ ഇരിക്കുന്നത് കുറേ പേര് ഇരിപ്പുണ്ട് കേട്ടോ. അതിനകത്ത് ആ ഒരു കൊമ്പിനകത്ത് കണ്ട ആരൊക്കെ പറന്ന് കണ്ട പോകുന്നു. ഇതാ ഓരോ ടൈപ്പ് സംഭവങ്ങളാണ് കേട്ടോ. എല്ലാം പല ഐറ്റംസ് ആണ് അവിടെ നോക്കിയാൽ, ചെറുത് വലുത് തൊട്ട് വേണ്ട പല ടൈപ്പ്. എനിക്ക് പേരൊന്നും അറിയത്തില്ല എൻ്റെ ഒന്നും, എന്നാലും ഞാൻ പറഞ്ഞു തന്നെയാണ്. കണ്ടോ നോക്കിയേ ഈ ഇരിക്കുന്നത് ഇതൊരു കൊക്ക് ടൈപ്പ് ഒരു സംഭവമാണ് കേട്ടോ. അതൊരു ആ ഒരു ദേഹത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറുള്ള ഷെയ്ഡിങ്ങിലാണ് കണ്ടാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ ഒരു ശരീരം ഒരു ഗ്രേ കളറൊക്കെയാണ് കണ്ട. ഇത് നോക്കിയേ, ഇത് ഒരു വെള്ളയും ബ്ലാക്കും കൂടെ ഉള്ള ഒരു ടൈപ്പ് കിളിയാണ് കേട്ടോ അത്. ഓ മോനെ വേണ്ട ഇവിടെ നോക്കി, ഇവിടെ കുറേ ടീംസ് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കി ഉള്ളല്ലേ വേണ്ട. അതുകൊണ്ട് അതിനകത്ത് കിടന്ന് മീനെ പിടിക്കുന്ന നോക്കി തപ്പിത്തെരഞ്ഞ് കിടക്കും അതിനകത്ത് മൊത്തം. കണ്ട ഈ ടീംസ് ഉള്ള മൊത്തം ഫാമിലിയാണ് കേട്ടോ. ഫാമിലി ആയിട്ട് ഇറങ്ങിയേക്കാണ് അവർ മൊത്തത്തിൽ. ഇവിടെ കുറേ ടീംസ് ഒക്കെ ഇരിപ്പുണ്ട്. നമ്മളാ എരണ്ടാണ്ടിങ്ങനെ ചെറുതൊക്കെ ഇവിടെ അടുത്ത് ഇരിക്കുന്ന നോക്കി വേണ്ട. ഇവിടെ കുറേ കുഞ്ഞു കിളികളൊക്കെ നിലത്തൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാം കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ. കുറേ പേര് പറന്നു പോകുന്നുണ്ടല്ലോ. പോയി സ്പോട്ടഡ്
കറുത്തൊരു കൊച്ചു കിളി അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കുരുവിയാ എല്ലാം പറഞ്ഞുപോയി. ഇതോ കുറച്ച് ടീംസ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നോക്കിയാൽ നല്ല കിടുക്കാച്ചൊരു അടിപൊളി കൊക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഇവിടെ നിന്ന് മാക്സിമം സൂം ചെയ്താണ് എടുത്തേക്കുന്നത്. നിങ്ങളൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ക്യാമറയൊക്കെ വാങ്ങാം. അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകാനുള്ളൊരു പോയിന്റ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുന്നതാ ഉണ്ടോ, കൊള്ളല്ലേ? നടന്നു പോകുന്ന വഴിയൊക്കെ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഫുൾ അപ്പുറം മരമൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് 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 പക്ഷികളെ നമുക്കവിടെ കാണാൻ പറ്റും. നോക്കി കുറേ പേര് ഒക്കെ ആയിട്ട്. അതുകൊണ്ട് അവിടെ കണ്ടോ മറ്റേ നമ്മൾ നേരത്തെ ബോർഡിൽ കണ്ട ലെസർ വിസിലിംഗ് ഡക്ക്, അതുകൊണ്ട് അവിടെ ഒഴുകുന്നത് അവിടെ നീന്തി കളിക്കുന്നത് കണ്ടു. ഇതൊരു സെറ്റ് വ്യൂ പോയിന്റ് കേട്ടോ, അടിപൊളി കേട്ടോ. അങ്ങൊക്കെ ആയിട്ട് ഒരുപാട് 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 പക്ഷികളൊക്കെ അവിടെ ഇരിക്കുന്നത് ഇവിടെയൊക്കെ ഇരിക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്. നോക്കി ആ മരത്തിൻ്റെ കൊമ്പിലൊക്കെ ഓരോ ടീംസ് ഇരിക്കുന്നതൊക്കെ കണ്ടോ. നേരത്തെ നമ്മുടെ അടുത്ത് ജെറ്റ് പോലെ പോയില്ലേ ഒരു സാധനം, അത് ഇവനാ കേട്ടോ. എൻ്റെ പേരെന്തുവാ? ഇവൻ്റെ പേരാണ് ഉറേഷ്യൻ ഗോൾഡൻ ഓറിയോൾ. കണ്ടോ വരി വരിയായിട്ട് പറന്നു പോകുന്ന നോക്കി, രസമുണ്ടല്ലോ. ഒരു അടുക്കും ചിട്ടയോടൊക്കെ പറന്നു പോകുന്ന ടീംസ് അതില്ല. പോകുന്നു അവിടെ നിന്ന് ഒരാളോണ്ട് പോകുന്നത്. അവിടെ നോക്കി ആ മരത്തിനകത്ത് ആ ഒരു കൊമ്പിൽ ഫുള്ള്, ആ ഉണങ്ങിയ കൊമ്പിൽ ഫുള്ള് ടീംസ് ഇരിക്കുന്ന നോക്കി. വേണ്ടാ, ഇതാണ് ഇവിടെ നിന്ന് വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇതൊക്കെ കേട്ടോ. അങ്ങൊക്കെ അവിടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, ശരിക്കുണ്ട് കേട്ടോ, ചുമ്മാ അല്ല സംഭവം പൊളി കേട്ടോ. പറഞ്ഞു പോകുന്ന നോക്കി ഗൈസ്. അവിടെ ഇരിക്കുന്ന പൊന്മാനും പിന്നെ എരണ്ടയൊക്കെയാണെന്ന് തോന്നുന്നു ഗൈസ്. കണ്ട് അവരിത് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് തോന്നുന്നു. അവിടെ 2-3 കുഞ്ഞിക്കിളിയൊക്കെ ഇരുന്ന് കളിക്കുന്നത് കണ്ടോ, കുഞ്ഞിക്കിളികൾ. നേരത്തെ നമ്മൾ പറഞ്ഞില്ല ഒരു കിടുക്കാച്ചി കൊക്കൗട്ടിരുന്നു, അതിവാനാണ് കേട്ടോ സാധനം. പേര് ഞാൻ പറഞ്ഞുതരാം, പെയിന്റഡ് സ്റ്റോർ. കഴുത്ത് പോകുന്നത് കണ്ടോ ഗൈസ്, ഓക്കെ വളച്ചു വെച്ചേക്കുന്ന നോക്കി, വലിയ കൊക്ക കേട്ടോ. അത് നമ്മുടെ നല്ല കരിയിലക്കിളിയല്ലേ ഗൈസ് ആ കാണുന്നത്. ഇവനേത് ഇവനും കൊള്ളല്ലോ, നല്ല രസമുണ്ട്. അവൻ്റെ ചെള്ളൊക്കെ ഒരു വെളുത്ത പാടൊക്കെ ഉണ്ട് കേട്ടോ, ഫുൾ അടിപൊളി സാധനം. നല്ല പോകുന്നു നോക്കി. ഇവിടെയും കുറേ പേരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഓരോരുത്തരും നല്ല തിരക്കിലാണ്, ഇര പിടിക്കാനും ഒക്കെ ആയിട്ട്. ഒരാളവിടെ നിന്ന് ട്യൂൺ ചെയ്യുന്നു നോക്കി, കഴുത്തിട്ട് ട്യൂണിങ് ചെയ്യുന്ന നോക്കി. കുറേ ടീംസൊക്കെ വന്ന് കണ്ടപ്പോഴത്തേക്കൊണ്ട് പറന്ന് കൂട്ടിലേക്ക് കയറുന്നതുകൊണ്ട് അവൻ്റെ കുണ്ടിക്ക് എന്തോ വെള്ള കളറിലൊരു റിഫ്ലക്ടർ പോലൊരു സാധനം. ഇതിപ്പോൾ കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ടും ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ പാർട്ട് 1 കയറിയിട്ടേ ഉള്ളൂ. ഇത് ഇതൊക്കെ കണ്ടോ നോക്ക്. അതേപോലെ അത് കണ്ടോ, ആ മരത്തിനകത്ത് ഞാൻ നടക്കുന്ന അത് കിളിക്കൂടാണ് കേട്ടോ. കണ്ടോ ഇവൻ്റെ ആള് കൊള്ളാമല്ല. ഇവൻ എനിക്ക് നല്ല രീതിക്ക് പോസ് തരുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ. നോക്കി വീണ്ടും പറഞ്ഞു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അവിടെ വന്നിരുന്നായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. ചില ടീംസൊക്കെ ക്യാമറ കാണുമ്പോഴേ ഓടുക, നിൽക്കുന്ന പോലും ഇല്ല. ചില എനിക്ക് നിന്നും തരുന്നുണ്ട്, കൊള്ളാം. അങ്ങനെ കുറച്ച് ഭാരമൊക്കെ ഉണ്ട് കേട്ടോ ചിലത്. ഗൈസ് നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഇവിടോട്ട് നോക്കൂ, ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാം, അടിപൊളി സംഭവം. എൻ്റെ മോനെ ആണ്ട പോകുന്ന നോക്കിയേ, അടിപൊളി. അതിൻ്റെ കൂടെ തന്നെ കുറേ താമരയൊക്കെ നിൽക്കുന്ന നോക്കി, കൊള്ളാം, കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട 4 ടീം ഇരിക്കുന്നുണ്ട്, ഫുള്ള് ബ്ലാക്ക്. അതുകൊണ്ട് അവരുടെ അവിടെ റേസിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. കുറേ പേരൊക്കെ കണ്ട് ഇവിടെ നീന്തി ഓടി അങ്ങ് പോയി. ഷടാ ഇത് മനുഷ്യൻ്റെ തലവട്ടം കണ്ട അപ്പം ഓടിക്കളയല്ലോ. ഇതുണ്ടോ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്നേ എല്ലാവരും അങ്ങനെയെന്ന് എന്ത് പറയാനെന്ന് പറ. എടാ എൻ്റെ ക്യാമറയ്ക്ക് അവിടെ വരെ സൂമിങ് കിട്ടുന്നില്ലടേ. ഇത് നമ്മൾ നടന്നു വരുമ്പോൾ നമുക്ക് കയറി കാണാൻ പറ്റുന്നൊരു ടവർ പോലത്തെ ഒരു സംഭവം കേട്ടോ. നമുക്ക് ഇതിൻ്റെ മണ്ട കയറി നോക്കാം, എൻ്റെ വ്യൂ എന്താന്ന് നോക്കാം. ചിലതൊക്കെ ഒരു സഹകരണമില്ലാത്ത പക്ഷികളാണ്. നമ്മളങ്ങോട്ട് വരുമ്പോഴേ ക്യാമറ കാണുമ്പോഴേ പൂന്നും പറഞ്ഞൊരു പോക്കല്ലാട്ടോ അവിടെ പോകുന്നത്. ചിലതൊക്കെയാണ് നിന്നും തരും, ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലത്തെ നിലയിലോട്ട് കയറാം. ഏറ്റവും ടോപ്പിലത്തെ നിലയിലോട്ട് കയറുമ്പോൾ തന്നെ സൂര്യൻ എൻ്റെ കണ്ണിലിരിക്കുന്നു. ഗൈസ് ഏറ്റവും ടോപ്പിലത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സീൻ. ഇത് നോക്കിയേ എൻ്റെ മോനെ, അങ്ങോട്ടൊക്കെ നോക്കി മൊത്തം എന്താ നിരയായിട്ട് പൊട്ട് പോലെ കാണുന്നത് എല്ലാം കിളികളാണ്. ശരിക്കിനുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്ട് ഓരോരുത്തർ പറന്ന് അവിടെ ഇരിക്കുന്നു, പറന്ന് അവിടെ നിൽക്കുന്നു.
ശരിക്കും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. ഗായ്സ് നമ്മൾ വന്നത് വെറുതെ ആയില്ല, ശരിക്കും അടിപൊളി. എന്നുവെച്ചാൽ ഞാൻ വിചാരിച്ചതിനേക്കാളിലൊക്കെ ഒരുപാട് സാധനങ്ങളിലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ എന്തുപോ ചിലതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ മോനെ. കണ്ട ഗൈസ് നമ്മൾ പറഞ്ഞില്ലായിരുന്ന കിളിക്കൂട് നോക്കി, കൊള്ളാല്ലേ, അടിപൊളി. കണ്ട അതിൻ്റെ ഒരു നോക്കി എന്തുമ്പോ കിളിക്കൂടാന്ന് നോക്കി ഒരെണ്ണത്തിൽ തന്നെ. നമ്മുടെ കിൻഫിഷർ പൊന്മാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടവറിൻ്റെ കൊണ്ടൊക്കെ ഒന്ന് നോക്കുമ്പോൾ കാണുന്നാണ്ട കുറേ പേര് നമ്മളങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുറേ പേര് പറന്നു പോയിട്ടുണ്ട്. നോക്കി അവിടെ ഇവിടെയൊക്കെ അങ്ങ് ദൂരെയൊക്കെ ആയിട്ട് പോയിരിപ്പുണ്ട്. പക്ഷികൾ മാത്രമല്ല, അതുകൊണ്ട് അവിടെ ഒരു മ്ലാവിനെ കണ്ടോ നടന്നു പോകുന്നത്. മ്ലാവ്, മാൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസിനെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അവിടെ ബെഡ് 2 കൊക്കടയ്ക്ക് നിൽക്കാണ്ട് ഒരെണ്ണം പറന്നതുകൊണ്ട് ഒരെണ്ണം തോയിരിക്കുന്നു. ഓക്കെ, എന്തുവാ അത് വലിയ കൊക്ക വെച്ചാൽ എങ്ങനെയൊക്കെ പോയി ഒരു 4 കിലോ കാണുന്ന രീതിയിലത്തെ സാധനം. അത്രയ്ക്ക് വലുതാ കേട്ടോ, ഒരു അരയന്നത്തിൻ്റെ അത്രയൊക്കെ ഉണ്ട്. DSLR-ആയിട്ടൊക്കെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വരുന്നവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല കിട്ടിലും പിക്സ് കിട്ടും. നല്ല എല്ലാ വെറൈറ്റീസിലുള്ള സാധനങ്ങൾ ഇവിടെ കാണാനും പറ്റും. നല്ല രീതിക്ക് പിക്കും എടുക്കാം. കാര്യം നല്ല അതിന് പറ്റിയ രീതിയിലൊക്കെ ഇവർ സെറ്റ് ചെയ്തേ പോകുന്നുണ്ട്. വ്യൂ പോയിൻ്റ് ആണെങ്കിലും ഓരോ കാര്യങ്ങളാണെങ്കിലും നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് കാണാനും എല്ലാം പറ്റും. എനിക്ക് ഇതിനകത്ത് അത്രയും ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പിന്നെ നിങ്ങൾ DSLR അങ്ങനെയുള്ള ക്യാമറാസൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു 200 റുപ്പീസ് എങ്ങാണ്ടാണ് ഇവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ അത് അകത്ത് കൊണ്ടുവന്നാൽ മതി, ആരോടും പറയാതിരുന്നാൽ മതി. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു മാഞ്ചാടിയൊന്നുമില്ല, ആരും നോക്കാനും പിടിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ബാഗിനകത്തോ എല്ലാം വെച്ച് നൈസായിട്ട് കൊണ്ടുവന്നാൽ മതി. ഫോണിനകത്താണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ പൈസ മേടിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങൊക്കെ ആയിട്ട് ഒരുപാട് കാണാൻ പറ്റും. അതാണ് നോക്കി ഓരോന്നൊക്കെ പറന്നു പോവുകയും അവിടെ വന്നിരിക്കുകയും. എന്തുവാ ഇത് സെറ്റപ്പാന്നല്ലോ മൊത്തത്തിൽ. അതാണ്ട കൂട്ടത്തോടിങ്ങനെ പറന്നു പോകുന്ന നോക്കി, കൊള്ളാമല്ലോ, നല്ല രസമുണ്ടല്ലോ. ആണ്ടെ അതിനേക്കാളിലും ബെടെ കുറേ സാധനങ്ങൾ നിൽക്കുന്നു. നോക്കട്ടെ, അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പറന്നു പോയില്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ കാണിച്ചു തരാം. കിഡിലോ എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി സാധനങ്ങൾ കേട്ടോ ആയിരിക്കുന്നേ. ഇതുവാ അത്. ഓ ഗായ്സ്, നിങ്ങൾ അത് നോക്കൂ, എൻ്റെ മോനെ എത്ര എണ്ണം കൊണ്ടിരിക്കുന്നത്. അത് നല്ല ബെടെ സാധനം, ഓ രക്ഷയില്ല. നോക്കി, ഓ ചിറകൊക്കെ അവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. എൻ്റെ പൊന്നുമോനെ ഒന്ന് നോക്കി, എന്തുകൊണ്ട് വരിവരിയായിട്ടൊക്കെ പോകുന്ന നോക്കിയേ. ഒരു രക്ഷയില്ല, ശരിക്കും ഒരു രക്ഷയില്ലാത്ത സംഭവം. കിഡിലോസ്കി അങ്ങനെ വേണം പറയാൻ. അതുകൊണ്ട് ഗൈസ് അങ്ങോട്ട് നോക്കിയേ, മറ്റൊരു കൂട്ടം ഐറ്റംസ് കൊണ്ട് അവിടെ ഇരിക്കുന്നത് കണ്ടോ. ഇതെന്തുവാ ഇത്? അവിടെ ദേ ഒരു കൂട്ടം, ദേ ഇവിടെ നോക്കിയേ, കൂട്ടത്തോടെ പറക്കുന്നു. അങ്ങനെ നമ്മളിത് നടന്നു വരുമ്പോൾ രണ്ടാമത്തെ ഒരു ടവർ വന്നിട്ടുണ്ട്. ഇതാ അവിടെയാണ് ടവർ. ഞാൻ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എന്താണ് വിശേഷങ്ങളെന്ന് അതിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ ഒക്കെ നമുക്ക് കണ്ടു നോക്കാം. ഈ ടവർ കയറിയിട്ട് അത്രയും വലിയ സെറ്റപ്പിലൊന്നും ഇല്ല ഗൈസ്. കാര്യം നേരത്തെ കണ്ട ടവറിൻ്റെ അടുത്ത് ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് അത്രയൊന്നുമില്ല, അങ്ങൊക്കെ ആയിട്ട് കുറച്ച് പേരേ ഉള്ളൂ. അമ്പോ, ഇതെന്തോന്ന്, ഒരു ലോഡ് കൊക്ക. എന്തു ഇരിക്കുന്നേ, എത്ര എണ്ണം ഇരിക്കുന്നേ നോക്കിയേ. പൊന്നു മോനോണ്ട് അവിടുന്ന് കുറേ കാണ്ടോ നീന്തി ഇങ്ങോട്ട് വരുന്നു. എന്തുവാ ഇത്? അപ്പോൾ നമ്മൾ പാർട്ട് 1 ഏകദേശം മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം പിന്നെ അപ്പുറത്തോട്ട് പോകുമ്പോൾ വലിയ സംഭവമൊന്നുമില്ല. കാര്യം പക്ഷികൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൂടുതലും നിൽക്കുന്നത്. ആ ഭാഗത്തോട്ട് അങ്ങനെ 1-2 എണ്ണമൊക്കെ ഉള്ളൂ. അത് നമ്മൾ ഇവിടെ കണ്ട സെയിം സാധനം തന്നെ അപ്പുറത്തോട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇവിടുന്ന് പറന്ന് അപ്പുറത്തോട്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പാർട്ട് 2 പോവാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് നടന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ നടന്ന് ഇനി ഗേറ്റ് ഇറങ്ങണം. ഗേറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാർട്ട് 2 പോകാൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആദ്യം പുറത്തോട്ടിറങ്ങാം. അപ്പം ഞാൻ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഇറങ്ങി സെക്കൻഡ് പാർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ നമ്മുടെ ഡിയോയ്ക്കകത്താണ് വന്നത്. നമ്മുടെ നാട്ടിലെ വണ്ടി കേട്ടോ, പട്ടാളക്കാരൻ്റെ വണ്ടിയാണ്, നാട്ടിലെ വണ്ടിയാണ്. നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കുറേ ഏതാണ്ട് കോട്ടൻ്റെ പ്ലാന്റ്സ് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടോ. ഓ, സെക്കൻഡ് പാർട്ട് ഇച്ചിരി ശോകമാണെന്ന് തോന്നുന്നല്ലോ. കാര്യം കുറേ ദൂരം വന്നിട്ടും 1-2 എണ്ണമൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നതൊക്കെ കാണുന്നുള്ളൂ. മറ്റേതുപോലെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു സെറ്റപ്പ് കാണുന്നില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് മുന്നോട്ട് കൂടെ പോയി നോക്കാം. കുറേ വഴിയുണ്ട്. അത് വണ്ടി തന്നു വിട്ടപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ ദൂരം കാണുമായിരിക്കുമല്ലോ സഞ്ചരിക്കാൻ. എന്തായാലും നമുക്കിനി മുന്നോട്ടൊന്ന് പോയി നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം ശോകമാണോ അല്ലയോ എന്ന്.
നമുക്ക് പോവാം. ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നോക്കി ഇങ്ങനെയാണ് കേട്ടോ, രണ്ട് സൈഡും ഇങ്ങനെയുള്ളൊരു വഴിയാണ് നമുക്ക് പോകാനുള്ളത്. പിന്നെ അങ്ങനെ നമ്മൾ ഇതേ സെക്കൻഡ് പാർട്ടിനകത്ത് കയറി. സെക്കൻഡ് പാർട്ടിനകത്ത് നമുക്ക് വണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഫസ്റ്റിൽ തന്നെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. സെക്കൻഡ് പാർട്ടിന് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. അങ്ങോട്ട് പോകുമ്പോൾ കുറേ സംഭവങ്ങൾ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഒരു കൊക്കമ്മാവ് നിൽക്കുന്നുണ്ടോ, എന്തൊക്കെയോ കൊത്തിപ്പറിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. നിൽക്കുന്നതൊക്കെ ഒരു പുള്ളിക്കാരൻ നിൽക്കുന്നതൊക്കെ സിംഗിളാണെന്ന് തോന്നുന്നു, ഒറ്റയ്ക്കുള്ളൂ. കണ്ടോ നോക്കിയാണ്ടോ, അടുത്തൊരു ടീമിനൊക്കെ ഉണ്ടോ കണ്ടോ നോക്കിയാണ്ടോ. അതിനകത്ത് നിന്ന് കൊത്തിപ്പറക്കുക, മീനൊക്കെ പൊക്കിയെടുക്കാന്ന് നോക്കുമെന്ന് തോന്നുന്നു. കണ്ടേ നമ്മുടെ നാട്ടിലെ കൊക്കല്ല, അത് വേറെ കൊക്ക കേട്ടോ ആയിരിക്കുന്നത്, ഒരു ഗ്രേ കളർ കൊക്ക്. നമ്മളിപ്പോൾ നേരെ പോകുന്ന വഴിക്ക് നേരെ കണ്ട അവിടെ ഒരു ടവറുണ്ട്. ആ ഒരു ടവറിനകത്ത് കയറി നിന്നിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ഒന്ന് അന്നേരം അറിയാം ഇവിടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളാണ്ട് ടവറിൻ്റെ ഫ്രണ്ടിൽ എത്തിയതാണ്ട് ഇവിടെ ഒരു ബോർഡ് ഉണ്ട്. ഇതാണ്ട് നോക്കിയേ, ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് കാണാൻ പറ്റും. നമുക്ക് മുകളിൽ ചെന്ന് കയറിയിട്ട് നോക്കാം ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടോ എന്ന്. ഇവിടെ ഇങ്ങനെ കയറി ടോപ്പിലൊരു നമുക്ക് കാണാൻ പറ്റും. എന്ത് അവിടെ കുറച്ച് പേര് വരിവരിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതാ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാ. പിന്നെ വേറെ വലിയ ഒരുപാട് സംഭവം എന്ന് പറയാൻ സെക്കൻഡ് പാർട്ടിന് അതിൻ്റെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല. വലുതായിട്ടൊന്നുമില്ല. ആകെ കാണാൻ പറ്റുന്നത് ആ പോകുന്ന ഒരു കൂട്ടം ടീംസിനെ മാത്രമേ ഉള്ളൂ ഇവിടെ വലുതായിട്ട് കാണാമെന്ന് പറയാം. പിന്നെ എല്ലാം എത്തിയും പറിച്ച് അവിടെ ഇവിടെയൊക്കെ 2-3 നിന്നാലേ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ കൊക്കുകൾ പോലൊക്കെയുള്ള ദേശാടന പക്ഷികളെയൊക്കെ നമുക്ക് അവിടെ കാണാം. അതുകൊണ്ട് അവിടെ എന്തോ സംഭവം, എന്തോ ബഹളം ഉണ്ടാക്കുന്നല്ലോ. അതുകൊണ്ട് എന്തോ പറന്നു പോകുന്ന നോക്കി, അടിപൊളിയല്ലേ എൻ്റെ മോനെ, കൊള്ളാം ഗൈസ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വഴിയും തീർന്നു പോയി കേട്ടോ. ഞാനിപ്പോഴാണ് നോക്കിയത്. കാര്യം നമ്മുടെ വണ്ടി ഉണ്ടോ നമ്മളവിടെ പാർക്ക് ചെയ്തപ്പോൾ ഉണ്ട്. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കിയിട്ട് വേറെ പോകാൻ വഴിയൊന്നുമില്ല. കണ്ടോ നോക്കി, ഉണ്ടാ വേറെ വഴിയൊന്നുമില്ല. കണ്ടോ നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ആ കാണുന്നത്. നമ്മുടെ വണ്ടി വേറെ വഴിയിലല്ല. അപ്പം സെക്കൻഡ് പാർട്ട് അത്യാവശ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷോക്കാണ് കേട്ടോ. വലുതായിട്ട് ഒരു സംഭവം സെക്കൻഡ് പാർട്ടില്ല. പക്ഷേ ഫസ്റ്റ് പാർട്ട് ഗംഭീരം, രക്ഷയില്ല. കൊടുത്ത പൈസയ്ക്ക് മുതലാണ് ഫസ്റ്റ് പാർട്ട്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരിക, വന്ന് കാണുക, എക്സ്പ്ലോർ ചെയ്യുക. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. കാര്യം ഫസ്റ്റ് പാർട്ടിനകത്ത് ഒരുപാട് ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സിനെ കണ്ടു. അത് ഒരു ഗംഭീര സംഭവം തന്നെയായിരുന്നു. ഇത്രയും അടുത്ത് നമുക്ക് കാണാനും കൂടെ പറ്റുമെന്ന് പറയുന്നൊരു ഭാഗ്യമാണ് കേട്ടോ. കാര്യം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പം പലതും ഈ വംശനാശമൊക്കെ വന്ന് നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയൊക്കെ ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊന്ന് കാണാനൊക്കെ അടിപൊളിയാണ് ഫസ്റ്റ് പാർട്ട്. എനിക്ക് സെക്കൻഡ് പാർട്ടിനോട് അത്ര വലിയ യോജിപ്പില്ല. പക്ഷേ ഫസ്റ്റ് പാർട്ട് ഞാൻ യോജിക്കുന്നു. അങ്ങേയറ്റം ഗംഭീരമാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നമുക്ക് കാണാൻ. ഒരുപാട് ബേർഡ്സിനെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ വെച്ച് വഴി തീർന്നു, നമുക്കിനി തിരിച്ച് പോവാം. അപ്പം തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ടാറ്റാ, ബൈ ബൈ.